അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മിക്കവാറും ഓരോരുത്തരൊക്കെ ചോദിക്കും വീഡിയോഗ്രാഫറെ തിരിച്ച് കാണിയിരുന്നതാ. ഈ കുഞ്ഞ് ഞാൻ മിക്കവാറും വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. അപ്പം ഇദ്ദേഹവും ഇടയ്ക്ക് വരും. ഇദ്ദേഹമാണ് കൂടുതൽ എടുക്കുന്നത്. ഇദ്ദേഹം നേരത്തേക്ക് എടുക്കുമായിരുന്നു. പിന്നെ സ്കൂളുള്ളപ്പോൾ അത് കുറച്ച് നാളുകൊണ്ട് വരുന്നില്ലായിരുന്നു. ഇപ്പം ഇടയ്ക്കൊക്കെ അവധിയുള്ളപ്പോൾ അതും വരും. അപ്പം നമ്മുടെ വീഡിയോഗ്രാഫർ ഒന്ന് ചിരിച്ച വീഡിയോഗ്രാഫറിന് ഇങ്ങോട്ട് വരാൻ ഭയങ്കര മടിയാണ്. ഞാൻ പിന്നെ പിടിച്ച് നിർത്തിയത്. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടെന്നും പറഞ്ഞ്. അപ്പോൾ ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ പിച്ചാനും എടുക്കാനും. ഇവരെ കൊണ്ട് ബാലവേലയൊന്നും ചെയ്യിപ്പിക്കുന്നതല്ല, അവരുടെ ഇഷ്ടത്തിന് അവർ വന്ന് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വൈകിട്ട് വന്നപ്പം തന്നെ ഇവർ രണ്ടുപേരും എന്നെ നോക്കി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്യണം, അവർക്കൊന്നേ വീഡിയോ എടുക്കണം, അല്ലെങ്കിൽ ഇത് മുളക് എടുക്കണം, അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ നമുക്ക് മുളക് കുറച്ച് എനിക്കൊന്ന് പിച്ചാവുന്നു. അങ്ങനെ ഒരു മുളകൊക്കെ പിച്ചി എടുത്തതാണ്. എന്താണ്ട് അപ്പു ഇതാ ഇത്രയും മുളക് പിച്ചി എടുത്തിട്ടുണ്ട്. ഞാനും കിച്ചുവും കൂടെ ഇതാ ഇത്രയും പിച്ചി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് മുളക് പിച്ചാൻ പോവാം കേട്ടോ. സാധാരണ നമ്മൾ ഞായറാഴ്ചയായിരുന്നു മുളക് പിച്ചിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴിന്ന് അപ്പൂന് ഭയങ്കര ആഗ്രഹം ഇന്ന് വിളവെടുക്കണമെന്ന്. കാരണം അപ്പു ഇന്ന് അവധിയായിട്ട് ഇങ്ങനെ നോക്കി നിന്നത് ഞാൻ വരുന്നത് വരെ. അപ്പോൾ ഇവിടെ എന്നിട്ട് എന്നോട് പറഞ്ഞെങ്കിൽ നമുക്ക് മുളക് പിച്ചാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പൂന് ആഗ്രഹമില്ല, എങ്കിൽ മുളക് പിച്ചാന്ന് വിചാരിച്ചു. അപ്പൂന് ഇഷ്ടമാണ് മുളകൊക്കെ പിച്ചുന്നത്. അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പു ഇങ്ങനെ ഞാൻ വരുന്നത് നോക്കി നിൽക്കുക. പിച്ചിക്കോ അപ്പു. സത്യത്തിൽ ഇങ്ങനെയുള്ള ഈ പ്രായത്തിലുള്ള കൊച്ചുങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കൃഷിയോട് ഇഷ്ടം കാണിക്കുന്നത് ഭയങ്കര നല്ല കാര്യമല്ലയോ. അപ്പു എത്രല്ല അപ്പു പഠിക്കുന്നേ? 8ൽ. അപ്പൂന് ഇന്ന് അവധിയായിരുന്നു. അപ്പം ക്ലാസ് ഉണ്ടായിരുന്നു, ട്യൂഷൻ ഉണ്ടായിരുന്നോ? ട്യൂട്ടോറിൽ പോകുന്നു. ഇന്നലെ എന്നോട് വന്ന് പറഞ്ഞ് ഇന്ന് അവധിയാ, ഇന്ന് ഇവിടെ കാണും, എപ്പോഴാണ് കലയമ്മ വരുന്നതെന്നൊക്കെ എന്നോട് ഇന്നലെ വന്ന് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ വന്നപ്പോൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്, നേരത്തെ ഇവിടെ വന്ന് ഇപ്പോൾ ഉണ്ട്. കുറച്ച് പിച്ചി എടുത്തതാണ്, അതുകൊണ്ട് ഒരുപാടൊന്നും ഇല്ല, കുറവാണ്. നമ്മളീ പെന്തിയുടെ ഇടയിലേ ബന്ദി അല്ലാതെ ഞാൻ മെയിനായിട്ട് ഞാനൊന്ന് നട്ടപ്പം പറഞ്ഞായിരുന്നല്ലോ, മുളകൊക്കെ കൂടി ഇട്ട് അതിൻ്റെ ഇടവിളയായിട്ട് ബന്ദി ചെയ്തതാണ്. പക്ഷേ ഈ ഷീറ്റ് മഴ ആയതുകൊണ്ട് തറഞ്ഞു പോയത് മാത്രമേ ഉള്ളൂ പ്രശ്നമായത്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു വല്ലാത്ത മുരടിപ്പൊക്കെ ഉണ്ട്. പക്ഷേ ബന്ദിച്ചെടിക്കൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. മുളകിനെക്കാട്ടിലൊക്കെ ഇരട്ടി ആരോഗ്യത്തിൽ വളർന്നു വരുന്നുണ്ട്. നമ്മൾ കിളിയെ ഓടിക്കാനിട്ടേ കേട്ടോ. പക്ഷെ കുക്കുമ്പറിനകത്ത് കിളിയുണ്ട്. ഇത് തത്ത മാത്രം വലുതായിട്ടില്ലെന്നാണ് തോന്നുന്നത്. തത്തയ്ക്ക് ചെറിയാനൊക്കെ മതിയെന്ന് തോന്നുന്നു, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പം ഇന്ന് അപ്പുവൊക്കെ വന്നപ്പം പറയുന്നത്, അവർ വന്ന് ഇന്നപ്പോഴേ അവിടെ പട്ടി ഇതിങ്ങനെ അനക്കി കളിക്കുന്നതെന്ന് പട്ടി. അത് വിചാരിക്കുന്നത് അതിന് കളിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുത്ത സാധനമാണെന്ന് ചോദിച്ചാൽ അതിവിടെ നിന്ന് ഭയങ്കര കളിയായിരുന്നു. ഇവിടെ ഇതിനകത്ത് കെട്ടിയെടുത്തല്ല, അത് നല്ല ഭാഗത്ത് കെട്ടിയിരിക്കുന്നതിനകത്ത്. അത് കുറച്ച് കളിപ്പാട്ടമൊക്കെ ഇട്ടിട്ടുണ്ട്, പിള്ളേരുടെ ചെരുപ്പും ഷൂവും ഒക്കെ കൊണ്ട് അതിൻ്റെ ഇടയിൽ അവിടെ കൊണ്ടുവന്നാ കളിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവിടെ പകലൊന്നും ആരും ഇല്ലല്ലോ. മുളക് നിൽക്കുന്നുണ്ട്, നിറയെ മുളകൊക്കെ നിൽക്കുന്നുണ്ട്. ഓണം കഴിയുമ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കണം. ഇതിന് ഇത്ര ശരിയായില്ലെന്നാണ് എൻ്റെ ഒരു അപ്പു അവിടെ നിന്ന് ഇതൊന്നും മൈൻഡ് ചെയ്യാതോ നോക്കിയേ. ഇങ്ങോട്ട് എടുത്തേ.